ഒരുമിച്ച് തുടങ്ങാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 3 വർഷം കൊണ്ട് എന്ത് ചെയ്തു? കേരളം ലഹരിയുടെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. കേരളത്തിലെ യുവത്വം ലഹരിയുടെ മയക്കത്തിലേക്ക് വഴുതി വീഴുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുറന്നടിക്കുകയായിരുന്നു. നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ കേരളത്തിലേക്ക് ലഹരിയുടെ ഒഴുക്കാണ്. പഴയ കഞ്ചാവിന്റെ കാലമൊക്കെ പോയി. MDMA-യും LSD-യും സ്റ്റാമ്പുകളും ഉൾപ്പെടെയുള്ള രാസലഹരിയിലാണ് ഇന്ന് കേരളം. രാസലഹരിക്ക് അടിമകളാകുന്നവർ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നുമില്ല. സ്കൂളുകളിലും കോളേജുകളിലും ഹോസ്റ്റലുകളിലും പൊതുസ്ഥലത്തും ബീച്ചുകളിലും ഹോട്ടലുകളിലും ഒഴിഞ്ഞ വീടുകളിലും ഒക്കെ രാസലഹരി വസ്തുക്കൾ സുലഭമാണ്. എവിടെ നിന്നാണ് ഒരു കാലത്തുമില്ലാത്ത തരത്തിൽ ഇത്രയും ലഹരി ഒഴുകി വരുന്നത്? ചുരം കടന്നും അതിർത്തി കടന്നും ട്രെയിനിലും കൊറിയറിലുമൊക്കെയാണ് ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് ഒഴുകുന്നത്. ഒരു സ്ഥലത്തും അതിനെ തടയാനോ നിയന്ത്രിക്കാനോ കഴിയുന്നുമില്ല. പിടിക്കുന്ന ലഹരി വസ്തുക്കളും യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് എത്തുന്നതും തമ്മിൽ ഒരു താരതമ്യവും കാണാനുമില്ല. ഇതിന്റെ പിന്നിൽ മാഫിയകൾ വിലസുന്നുണ്ട്. എന്തുകൊണ്ട് ഈ മാഫിയകളെ പിടിക്കാൻ കഴിയുന്നില്ല? VD സതീശൻ സഭയിൽ തുറന്നടിച്ചു ചോദിച്ചു.